ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവിനെതിരെ വീണ്ടും പരാതി. ആലപ്പുഴയിലെ ഭർത്തൃ വീട്ടിൽ മകൾ ആത്മഹത്യ ചെയ്ത കേസ് മധു ബാബു ഒതുക്കി തീർത്തെന്ന ആരോപണവുമായി മലപ്പുറം സ്വദേശി സലീനയാണ് രംഗത്തെത്തിയത്. അതിനിടെ കസ്റ്റഡി മർദ്ദനത്തെ ന്യായീകരിക്കുന്ന മട്ടിലുള്ള മറയൂർ SIയുടെ സമൂഹ മാധ്യമ പോസ്റ്റും വിവാദമായി. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിനെതിരെ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ കോൺഗ്രസ് ഇന്ന് പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിച്ചു. ആലപ്പുഴയിലെ ഭർത്തൃവീട്ടിൽ മകൾ ആസിയ ആത്മഹത്യ ചെയ്ത കേസിലാണ് ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവിനെതിരെ ആരോപണവുമായി മലപ്പുറം സ്വദേശിനിയായ അമ്മ സലീന രംഗത്തെത്തിയത്. വിവാഹം കഴിഞ്ഞ് 4-ാം മാസമായിരുന്നു പെൺകുട്ടിയുടെ ആത്മഹത്യ. കേസ് മധു ബാബു ഒതുക്കി തീർത്തെന്ന് സലീന ആരോപിച്ചു. നീതിക്കായി ഇപ്പോഴും ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഈ അമ്മ. DSP എന്റെ നേർക്ക് പെറ്റീഷൻ എടുത്ത് എറിഞ്ഞിട്ട് ഒരു കള്ള പെറ്റീഷനായിട്ട് വന്നിരിക്കുക, ഇറങ്ങിപ്പോ എന്നും പറഞ്ഞ് എടുത്ത് ദൂരെ എറിഞ്ഞു പെറ്റീഷന്. എന്നിട്ട് പറഞ്ഞ് പോയി കോടതി പോയി വാങ്ങിക്കോളാൻ പറഞ്ഞു. അതിനിടെ കസ്റ്റഡി മർദ്ദനത്തെ ന്യായീകരിച്ചുള്ള ഇടുക്കി മറയൂർ SI മാഹിൻ സലീമിന്റെ പോസ്റ്റ് വിവാദമായി. IV ശശി സംവിധാനം ചെയ്ത ചിത്രമായ ആവനാഴിയിൽ മമ്മൂട്ടി മോഷ്ടാവിനെ മർദ്ദിക്കുന്ന രംഗങ്ങളാണ് SI പോസ്റ്റ് ചെയ്തത്. മിസ്റ്റർ കുട്ടൻ, നിങ്ങൾ ഇന്നലെ അവിടെ ജയിലനുഭവം പറയാൻ പോയിരുന്നു. പക്ഷെ ഞാനൊന്നും കട്ടില്ല. പൊന്നുകുട്ടാ, സത്യം പറയും. സത്യമാണ് സാർ, ഞങ്ങൾ ഭഗവതിയാണ് സത്യം. ശ്രീനി, ഇതിലും വലിയൊരു സത്യം ഇനി വേറെ ഇല്ല. താൻ പോയി കൈ കഴുകിടുക. മുൻപ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചതിന് സസ്പെൻഷൻ നേരിട്ട ഉദ്യോഗസ്ഥനാണ് മാഹിൻ. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിനെതിരെ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിച്ചു. UDF അധികാരത്തിലെത്തിയാൽ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. പിണറായി തയ്യാറില്ലെങ്കിൽ ഒരു 6 മാസം ഞങ്ങൾ കാത്തുനിൽക്കും. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ആദ്യം കേരള സർക്കാർ, പുതിയ സർക്കാർ തീരുമാനിക്കുന്ന ആദ്യത്തെ തീരുമാനം സുജിത്തിനെ ആക്രമിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതായിരിക്കും. കസ്റ്റഡി പീഡന കേസിലെ ഇടപെടൽ പരിഗണിച്ച് ചൊവ്വന്നൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വർഗീസ് ചൊവ്വന്നൂരിനെ തൃശൂർ DCC എക്സിക്യൂട്ടീവ് അംഗമായി സ്ഥാനക്കയറ്റം നൽകി. സുജിത്തിന് വിവാഹ സമ്മാനമായി സ്വർണമാലയും നേതാക്കൾ വേദിയിൽ വെച്ച് സമ്മാനിച്ചു. ആരോപണ വിധേയരായ പോലീസുകാർ പുറത്തിറങ്ങിയാൽ അടിച്ച് കാലൊടിക്കുമെന്ന് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ സംഘടിപ്പിച്ച സദസ്സിൽ K മുരളീധരൻ പറഞ്ഞു. ഇവരെ ഡിസ്മിസ് ചെയ്യുന്നവരെ ഈ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട്. ഇനി ഡിസ്മിസ് ചെയ്തില്ലെങ്കിൽ 8 മാസം കഴിഞ്ഞ് ഞങ്ങൾ വന്നാൽ ഡിസ്മിസ് ചെയ്യും എന്ന് വെച്ചാൽ 8 മാസം മിണ്ടാതിരിക്കുന്നു കരുതണ്ട. കുറേയൊക്കെ ശാന്തമായി കഴിഞ്ഞാൽ ഇമാരെ വീണ്ടും അങ്ങ് പുറത്തിറക്കിയാലുണ്ടല്ലോ, ഞാൻ മറ്റൊന്നും പറയുന്നില്ല. നമ്മുടെ പ്രവർത്തകർ നല്ല ചുറുചുറുക്കുള്ള കുട്ടികളാണ്, അടിച്ച് കാലം കുടിക്കും. വിഷയത്തിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരാനാണ് കോൺഗ്രസ് തീരുമാനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.